തന്റെ പേരിൽ മൂവാറ്റുപുഴയിലും പരിസര പ്രദേശങ്ങളിലും പതിച്ച പോസ്റ്ററുകളിൽ രൂക്ഷമായ പ്രതികരണവുമായി ജോസഫ് വാഴക്കൻ നേരിട്ട് രംഗത്തെത്തി. ഈ നീക്കത്തിന് പിന്നിൽ കോൺഗ്രസ് പ്രവർത്തകരോ UDF അല്ലെന്നും ഇതും തരംതാഴ്ന്ന രാഷ്ട്രീയമെന്നും ജോസഫ് വാഴക്കൻ മൂവാറ്റുപുഴയിൽ പ്രതികരിച്ചു. ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്നത് മാത്രമാണ് ഇത്തരം പോസ്റ്ററുകൾ പതിച്ചവരുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ മൂവാറ്റുപുഴയിൽ മുൻ MLA ജോസഫ് വാഴക്കൻ അനുകൂലമായി പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയാകുകയാണ്. ജോസഫ് വാഴക്കനെ വിളിക്കൂ, മൂവാറ്റുപുഴയെ രക്ഷിക്കൂ എന്ന വാചകങ്ങളുമായി കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിലാണ് പോത്താനിക്കാട്, പറമ്പഞ്ചേരി, പുളിന്താനം മേഖലകളിൽ പോസ്റ്ററുകളും ഫ്ലക്സുകളും വ്യാപകമായി പതിച്ചിരിക്കുന്നത്. സംഭവത്തിൽ രൂക്ഷമായ പ്രതികരണവുമായി ജോസഫ് വാഴക്കൻ തന്നെ നേരിട്ട് രംഗത്തെത്തി. ഈ നീക്കത്തിന് പിന്നിൽ കോൺഗ്രസ് പ്രവർത്തകരോ UDF അല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പോസ്റ്ററുകൾക്ക് പിന്നിൽ ചില കുത്തിത്തിരിപ്പുകാരാണെന്നും പാർട്ടിയിൽ അനാവശ്യ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാനാണ് ഇവരുടെ ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു. അതൊക്കെ കുത്തിത്തിരിപ്പുകാരുണ്ടാക്കുന്ന, അതൊന്നും കോൺഗ്രസ്സുകാരോ UDFകാരോ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. അതൊക്കെ ചില താല്പര്യ കക്ഷികൾ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അതേതോ മറ്റ് പ്രതിപക്ഷത്തുള്ള ആളുകളാരോ ചെയ്യുന്നതാണ്, മറുഭാഗത്തുള്ള ആരോ ചെയ്യുന്ന കാര്യമാണ്. അതല്ലാതെ അതൊന്നും ഇതിനകത്ത് വെറും കുത്തിത്തിരിപ്പ് നടത്തുന്ന കാര്യമാണ്. അതിലൊന്നും വേറെ പാർട്ടിക്കോ UDFനോ ആർക്കും ഒരു പങ്കുമില്ല അതിനകത്ത്. അതൊക്കെ ചുമ്മാ വെറുതെ പറയുന്നതല്ല. അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിനകത്തൊക്കെ ആവശ്യമില്ലാത്ത കുത്തിത്തിരിപ്പ് ഉണ്ടാക്കേണ്ട കാര്യം ഇപ്പോൾ ഇല്ല. ഇവിടെ വളരെ സ്മൂത്തായിട്ടാണ് പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ പോകുന്നത്. ഒരാവശ്യമില്ല കാര്യമല്ല. ഇടതുപക്ഷത്തുള്ളവരോ മറ്റ് എതിർചേരിയിലുള്ളവരോ ആണ് ഇത്തരം പ്രവൃത്തികൾക്ക് പിന്നിലെന്ന് താൻ വിശ്വസിക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു. കോൺഗ്രസിനുള്ളിൽ കാര്യങ്ങൾ വളരെ സുഗമമായാണ് മുന്നോട്ടു പോകുന്നത്. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർട്ടി തീരുമാനിക്കും. അതിനിടയിൽ ഇത്തരം പോസ്റ്ററുകൾ പതിപ്പിക്കേണ്ട സാഹചര്യം പ്രവർത്തകർക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.